അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടത്തപ്പെട്ട ദേവപ്രശ്ന വിധി പ്രകാരമാണ് ഭക്തജന കൂട്ടായ്മയിലൂടെ അതിവിശിഷ്ടമായ കളഭാഭിഷേകം നടത്തിയത്. ക്ഷേത്രം തന്ത്രി മുടിപ്പിലാപ്പിള്ളി മഠത്തിൽ നീലകണ്ഠേരർ ഭട്ടത്തിരിപ്പാട്, മേൽശാന്തി മോഹനൻ പോറ്റി തുടങ്ങിയവർ പൂജകൾക്ക് നേതൃത്വം നൽകി. ഭക്തജന കൂട്ടായ്മയിലൂടെ സമാഹരിക്കുന്ന സംഭാവനകൾ കൊണ്ട് വെള്ളിക്കുടം വാങ്ങി അതിൽ സ്വർണ്ണ തിലകം ചാർത്തി അതിവിശിഷ്ടമായ കളഭം നിറച്ച് പൂജാവിധികളോടെയാണ് കളഭാഭിഷേകം നടന്നത്. ചന്ദനം, കുങ്കുമപ്പൂവ്, ഗോരോചനം, കണ്ടിവെണ്ണ, കസ്തൂരി എന്നിവ ചേർത്താണ് കളഭക്കൂട്ടുണ്ടാക്കിയത്. വിശിഷ്ടമായ സ്വർഗവാതിൽ ഏകാദശി നാളിൽ വഴിപാട് നടത്തപ്പെടുന്നത് വലിയ പ്രാധാന്യത്തോടെയാണ് ഭക്തർ കണക്കാക്കുന്നത്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ പൂജകൾക്ക് തുടക്കമായത്. ശേഷം പഞ്ചവാദ്യവും പാണിയും ചേർത്തുള്ള കളഭാഭിഷേകം, ഭാഗവത പാരായണം, ഉച്ചയ്ക്ക് കഞ്ഞിസദ്യ, സന്ധ്യയ്ക്ക് ദീപകാഴ്ചയോട് കൂടിയ വിശേഷാൽ ദീപാരാധനയും നടന്നു. അഗസ്ത്യക്കോട് ശ്രീ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിലെ ദേവപ്രശ്നത്തിന് പരിഹാരക്രിയയായിട്ടാണ് സ്വർഗവാതിൽ ഏകാദശിയായ ഇന്ന് ഗുരുവായൂരപ്പന് നമ്മൾ കളഭാട്ടവും വെള്ളിക്കുടം ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി നമ്മൾ വെള്ളിക്കുടം മേടിച്ചെന്ന് ഭഗവാന് സമർപ്പിച്ചതിൻ്റെ ഇതിൽ നമ്മുടെ ക്ഷേത്രം തന്ത്രി അദ്ദേഹം വന്ന് ഇന്ന് രാവിലെ നമുക്ക് കലശം ആടി തരികയും ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം വൈകുന്നേരം നമുക്ക് സഹസ്ര ദീപങ്ങളോടുകൂടിയ ദീപാരാധനയാണ് ശ്രീ ഗുരുവായൂരപ്പ സന്നിധിയിൽ നടക്കുന്നത്. അതിൻ്റെ മുന്നൊരുക്കമെന്ന നിലയിലാണ് ഞങ്ങൾ ഈ വിളക്കുകളൊക്കെ കത്തിച്ച് ഇത് ഈ നാടിൻ്റെ ഐശ്വര്യത്തിന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതുപോലെ ഈ മഹാദേവനും ശ്രീ ഗുരുവായൂരപ്പനും ഒരുപോലെ മമ്മിയൂരും ഗുരുവായൂരപ്പ ക്ഷേത്രവും പോലുള്ള ബന്ധം പോലെ തുടർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ എല്ലാ ഭക്തരുടെയും ഉന്നമനത്തിന് വേണ്ടി ആണ് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ അഗസ്ത്യക്കോട് രാധാകൃഷ്ണൻ, സെക്രട്ടറി ജി ലളിതമ്മ ടീച്ചർ, ഖജാൻജി മോഹനൻ പിള്ള തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടുവാർത്ത, അഞ്ചൽ.